ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിലാണ്. വിദേശ പര്യടനത്തിന് പോയ മുഖ്യമന്ത്രി എന്തായാലും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള നിലയിൽ മറ്റാർക്കും ചുമതല കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം ആണ് എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിന്റെ മന്ത്രിമാരെ എല്ലാവരെയും നല്ല വിശ്വാസമുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ടും മുഖ്യമന്ത്രി തന്റെ സാധാരണഗതിയിൽ ഏതെങ്കിലും മന്ത്രിമാർ വിദേശ രാജ്യങ്ങളിൽ പോയാൽ അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ മറ്റ് മന്ത്രിമാരെ ചുമതലപ്പെടുത്തി പോവുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ അത്തരത്തിൽ ഒരു തീരുമാനം, അത് പണ്ടും അദ്ദേഹം വിദേശ രാജ്യങ്ങൾ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന അവസരങ്ങളിലൊന്നും തന്നെ അദ്ദേഹം മറ്റൊരാളിനെ അത് ഏൽപ്പിക്കുക പതിവില്ലാത്ത ഒരു കാര്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോഴും അത് തന്നെ അനുവർത്തിച്ചു പോകുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതായാലും ഇവിടെ നടക്കുന്ന ഈ സ്വർണ്ണക്കൊള്ള, ഇപ്പോൾ പ്രതി ചേർത്ത് കുറെ ആളുകളുടെ പേരുകൾ പറയുന്നുണ്ട്. ആ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകൾ ചെയ്തിട്ടുള്ള കൊള്ളകൾ എങ്ങനെ, ആ കൊള്ളകൾ നടത്തുന്നതിന് വേണ്ടി ആരൊക്കെയാണ് കൂട്ടുനിന്നിട്ടുള്ളത്, ആരുടെ സ്വാധീനത്തിലാണ്, സഹായത്തോടെയാണ് ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് തീർച്ചയായും കേരളത്തിലെ വിശ്വാസികൾ എന്നുള്ള നിലയിൽ ആളുകൾക്ക് മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ അങ്ങനെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാനും ഒക്കെയുള്ള അവസരമുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളുടെ യാത്ര ഇന്ന് കാട്ടാക്കടയിൽ നിന്നും ആരംഭം കുറിച്ചു. ആ യാത്രയിൽ നല്ല വരവേൽപ്പാണ് ഉണ്ടായത്. ശ്രീ വിൻസെന്റ് ആണ് ഞങ്ങളുടെ യാത്രയുടെ വൈസ് ക്യാപ്റ്റൻ. അതുപോലെ തന്നെ ഇതിന്റെ പൂർണ്ണമായ ചുമതല നോക്കുന്നത് KPCCയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ ശ്രീ പഴകുളം മധുവാണ്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് നിറവേറ്റി. ഇനി ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഏതാണ്ട് 3 മണിയാകുമ്പോൾ ചിറയിൻകീഴിൽ എത്തിച്ചേരും. ചിറയിൻകീഴിലെ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം ഇന്ന് കൊല്ലത്ത് വൈകിട്ട് സമാപിക്കുന്നതാണ്. ഇന്നത്തെ യാത്രയുടെ പരിസമാപ്തി കൊല്ലത്താണ്. വള്ളസദ്യയെ പറ്റിയ ഒരു കാര്യം പറഞ്ഞല്ലോ, അതിലൊരു പടം പുറത്തു വന്നിട്ടുണ്ട്. അത് വാസ്തവന ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഒരു ടേബിളിട്ട് വിളമ്പി കൊടുത്തതായിട്ടല്ല അതിൽ കാണുന്നത്. അതിൽ 100 കണക്കിന് ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പം ആ വള്ളസദ്യക്ക് വന്നവരിൽ ഒരു 90% ആളുകളും വിശ്വാസികളാണ് എന്നതിനെ വിശ്വാസം. അപ്പൊ അവരാരും ഈ കഷ്ടം അറിയാതെയാണോ? വിശ്വാസികൾ എന്നുള്ള നിലയിൽ അവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞത്, അതായത് കസ്റ്റംസ് അറിഞ്ഞിട്ട് വാസ്തവൻ പോകണമായിരുന്നു, ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞു, മന്ത്രി ചെയ്യണമായിരുന്നു. പക്ഷെ അതേ സമയത്ത് അവിടെ വന്നവര് 90%, 10% മാറ്റി നിർത്തിയത് 90% വിശ്വാസികൾ എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ. അപ്പൊ അത്രയും ആളുകൾ മനുഷ്യരോട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്രയും കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന വള്ളസദ്യയുടെ ആചാരങ്ങൾ അറിയാത്തവരായിരുന്നു അന്ന് ഉത്സവത്തിൽ. സംശയം, ജനുവനായിട്ടുള്ള സംശയം ചോദിക്കാം. അല്ല, ജനുവനായിട്ടുള്ള സംശയം ചോദിച്ചു. ഞാൻ അതിനൊരു മറുപടി പറയാം, അതുകൂടെ കേൾക്കും. അതായത് മന്ത്രി പോയി അവിടെ ഇരിക്കുന്നു. മന്ത്രി പോയി ഇരിക്കുന്ന അവസരത്തിൽ വള്ളസദ്യ വിളമ്പുന്നു. പക്ഷേ അത് നിറവേറ്റേണ്ടത് ഭഗവാന് വിളമ്പി വെച്ചതിന് ശേഷം മാത്രമാണ് അവിടെ തുടങ്ങേണ്ടിയിരുന്നത്. അത്തരം കാര്യങ്ങൾ ഈ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതായിരിക്കും. ഞാൻ അദ്ദേഹം ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. ഞാൻ കണ്ടു, അത് പിന്നെ മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ കണ്ടു. അതിന് അദ്ദേഹത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന ആളുകളെ എല്ലാവരെയും കണ്ടു. ഞാൻ ആരുടെയൊന്നും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നെക്കൊണ്ട് പേരൊന്നും പറയിപ്പിക്കുകയും വേണ്ട. അവരെ എല്ലാവരെയും ഞാൻ എന്ന് വെച്ചാൽ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടതാണ്. അത് നിങ്ങൾ തന്നെ വിഷ്വലൈസ് ചെയ്ത് തന്ന കാര്യങ്ങളാണ്. അതൊക്കെ കാണുകയുണ്ടായി, കണ്ടിട്ടുണ്ട്.